പറഞ്ഞെന്ന് സുലൈമാൻ ഫൈസിക്ക് മുട്ടിത്തങ്ങൾ കൂട്ട് എന്ന് പറഞ്ഞപ്പോ അതിനിതാ ചില ആളുകളൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? അവിടെ ശരിക്ക് പ്രയോഗിക്കേണ്ടത് എന്താ? ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നല്ലേ? അപ്പൊ ആ മരപ്പട്ടിയുടെ സ്ഥാനത്ത് മറ്റാളെ കൊടുന്നാല് മരപ്പട്ടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂലേ എന്നാന്നുകൊണ്ട് മൂപ്പര ബേജാറ്. അങ്ങനെ കുറെ ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഷിയാ പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്നാക്കുക, കുഴപ്പമില്ലല്ലോ. പിന്നെ കുഴപ്പമില്ല, പിന്നെ മരപ്പട്ടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ നിൽക്കണ്ട. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ഷിയാ പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ട്. അത് ഉമ്മാക്ക് പറന്ന മുലപ്പാല് കുടിച്ച് വളർന്ന ആൺകുട്ടികളുണ്ടോ? കൊണ്ടുവരികടാ തെളിവ്. ഉളുപ്പില്ലാതെ എത്ര പോരൂരടങ്ങള് തലയെ കെട്ടും കെട്ടിയിട്ട് അത് അയച്ചിട്ട് തളപ്പെട്ടി തെങ്ങുമ്പോ കയറിക്കണല്ലോ നിങ്ങൾക്ക് നല്ലത്. തലയെ കെട്ടി ഒരു ബിരുദധാരിയല്ലേ, ഒരു സുഹരിയല്ലേ, ഒരു ബിരുദധാരിയല്ലേ? അന്നെ കൊണ്ട് എത്ര മുസ്ലിം ചെറുപ്പക്കാര് അവർക്ക് മതം പഠിക്കാൻ അവസരം കിട്ടാത്ത പാവങ്ങളായ നിഷ്കളങ്കരായ ആളുകള് ഈ യൂട്യൂബിലൂടെ നിന്റെ ഈ വഹാബി വിസർജ്യം കേട്ടിട്ട്, ഈ വഹാബി ആശയത്തിന്റെ പ്രചരണത്തിലൂടെ എത്ര മുസ്ലിം ചെറുപ്പക്കാർ വഴികേടിലേക്കാവുന്നുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ചിന്തിക്കണ്ടേ? എത്ര ആളുകളാ ഇയാളെ കൊണ്ട് പരിശുദ്ധ ദീനിന്റെ സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്? കാരണം ഇയാൾ പ്രവർത്തിച്ചു വന്ന ഈ തീവ്രവാദം, ഭീകരവാദം, അത് സമൂഹത്തിലേക്ക് ഈ വെറുപ്പുൽപാദനത്തിന്റെ സംവിധാനങ്ങളിൽ ഇയാൾ പ്രവർത്തിച്ചതാ. അപ്പൊ അതിന്റെ ഒരു ടച്ച് സൂഫിയാക്കളുമായിട്ട് ഇവർക്ക് ബന്ധമല്ല. പിന്നെ അവർ ആരോടാ ചാരി നിൽക്കുന്നത്? സലഫികളോടാണ്. ഇയാളുടെ ഓരോ പരിപാടികളും വരുമ്പോ, ഓരോ വീഡിയോകളും വരുമ്പോ അതിന് അഭിനന്ദനം അറിയിക്കുന്നതാരാ? കേരളത്തിലെ വഹാബി മൗലവിമാരാ അഭിനന്ദനം അറിയിക്കുക. കാരണം എന്താ? നീ എടുക്കുന്ന പണി, നിന്റെ വീഡിയോകൾക്ക് വ്യൂസുകളുണ്ട്. ആ വ്യൂസുകളിലേക്ക്, ആ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഈ വഹാബി വിഷബീജമാണ് നീ കുത്തിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ സമുദായത്തിൽ വലിയ അപകടമല്ലേ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നീ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിൽ നീങ്ങി ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തേച്ചൊപ്പിച്ച് നിൽക്കുന്നതും പല സഹായങ്ങളും ചെയ്യുന്നതും എന്തിനു വേണ്ടിയാന്നൊക്കെ ഇവിടെ ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ ISIS റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വിതറലുകളും വീശലുകളും ഒക്കെ ഹിഡൻ അജണ്ടയായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിൽ പ്രവർത്തിച്ച നീ അവസാനം സലഫി ആശയധാരയെ പുണർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വഹാബീസത്തിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരെ നീ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വം എന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്തു സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.